പ്രീമിയം ബ്രൈഡൽ ഗൗൺസ് ഒക്കെ ഇല്ലേ, റെന്റിന് കിട്ടുന്ന ഒരു ഷോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പ്രീമിയം നോർമൽ ഗൗൺസിൻ്റെ അല്ല, പ്രീമിയം ആണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൊച്ചിയിലാണ് നിൽക്കുന്നത്, കടവന്ത്രയിൽ. ഷോപ്പിൻ്റെ പേര് ഫിക ബൈ ഇവ. ഇതാണ് ഇവ. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഞാൻ ചോദിക്കാം കേട്ടോ. ഇവനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണ് ഗൗണിൻ്റെയൊക്കെ? നമ്മൾ പ്രീമിയം ബ്രൈഡൽ ഗൗൺസ് ആണ് ഞാൻ ഇവിടെ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അത് കസ്റ്റമൈഡ് പീസസ് ആണ്. കസ്റ്റമൈഡ് പീസസ് ചെയ്യുന്നത് പോലെയുള്ള പീസസ് ആണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്നത്. ആ ഡിസൈനിൽ നമ്മൾ റെന്റൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വന്നിട്ട് കളക്ഷൻ ഇതൊക്കെ നോക്കുമായിരുന്നേ. അപ്പോൾ നോർമലി ഇങ്ങനത്തെ ഒരു ഗൗൺസ് ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എറൗണ്ട് ഒരു 50 എബോ ആയിരിക്കും അല്ലേ? 50 എബോ ആയിരിക്കും നമുക്ക് റേറ്റ് വരിക. അങ്ങനത്തെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. ഇവിടെ തന്നെ കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ തന്നെ ഓൺ ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ വേറെ എവിടെയും റെന്റൽ ഒരുപാട് ഷോപ്പിലുണ്ടാവും, പക്ഷെ വേറെ എവിടെയും ഇങ്ങനത്തെ ഗൗൺസ് ഞാനില്ലേ ഒരുപാട് ഷോപ്പിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ മിക്ക ഷോപ്പുകളിലും പോകുമ്പോൾ നമ്മളിങ്ങനെ ബൈ ചെയ്ത് അവര് വെച്ചേക്കുന്നതായിരിക്കും. ആപ്ലിക് വർക്ക് ആയിരിക്കും കൂടുതൽ അവിടെ. ഇവിടെ ഹാൻഡ് വർക്കും എല്ലാം കൂടിയിട്ടുള്ള ഞാൻ കളക്ഷൻ ഓരോ ഗൗൺസും എല്ലാം അതിന്റെ സ്പെഷ്യാലിറ്റീസ് എല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ പറയാം. പിന്നെ ഒന്നുകൂടി എന്റെ വ്യൂവേഴ്സിന് വേണ്ടി ക്ലിയർ ആക്കാൻ വേണ്ടി പറയാണ്, കൊച്ചിയിലാണ് കടവന്ത്രയിലാണ് ലൊക്കേഷൻ എന്ന് പറയൂ. കൊച്ചിയിലാണ്, കടവന്ത്ര ജവഹർ നഗറിലാണ് ഞങ്ങളുടെ സ്റ്റോറിന്റെ ലൊക്കേഷൻ വരുന്നത്. ഡീറ്റെയിൽ അല്ലേ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ഓൺ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഓരോന്നായിട്ട് കാണാം, എന്നിട്ട് അതിന്റെ സ്പെഷ്യാലിറ്റി ഒക്കെ ഞാൻ പറയാം കേട്ടോ. ഇവിടെയുള്ള കളക്ഷനിൽ ഒരു എക്സ്ക്ലൂസീവ് കളക്ഷനാണ് ഇത് വരുന്നത്. ഇത് ആപ്ലിക് വർക്ക് ചെയ്തിട്ട് ഫുൾ പേളാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ട്രെയിലാണ് നമ്മുടെ ഹെവി ആയ ഒരു ട്രെയിലാണ് ഞങ്ങൾ ഈ ഒരു ഗൗണിൽ ചെയ്തിരിക്കുന്നത്. ഇത് കസ്റ്റമൈസേഷൻ മാത്രമേ ഇങ്ങനത്തെ ഗൗൺസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. നോർമലി ഇങ്ങനത്തെ ഇത് കിട്ടത്തില്ലെന്ന് തോന്നുന്നു. ഇത്രയും ഇതൊക്കെ വരുമ്പോഴേക്കും ഒരു 1 lakh റേഞ്ചിൽ വരുന്ന ഒരു ബ്രൈഡൽ വെയർ ആണ്. ഇതൊക്കെ അപ്പോൾ എങ്ങനെയായിരിക്കും റെന്റിന്റെ ഇത്? ഇവിടെ റെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5,000 തൊട്ട് 20,000 വരെയുള്ള റെന്റൽ ഗൗൺസ് ആണ് ഇവിടെ അവൈലബിൾ ആയിരിക്കുന്നത്. അത് ഓരോ ഡിസൈൻ അനുസരിച്ച് റേറ്റ് വാരി ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 5,000 നമുക്ക് എല്ലാ റേഞ്ചിലുള്ള ആൾക്കാരും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഗൗൺസ് ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം ഇത്രയും ഹെവി ആയത് കസ്റ്റമൈസേഷൻ ആയതുകൊണ്ട് മാത്രമാണ്. ഇതൊക്കെ ഞങ്ങളുടെ പ്രീമിയം കളക്ഷനിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു 15 അബവ് ആ റേഞ്ചിലുള്ള റേറ്റിൽ വരുന്നതാണ് ഇതെല്ലാം വരുന്നത്. അപ്പൊ നോർമലി ഈ ഒരു ഗൗണിന് മാത്രമേ ഉള്ളൂ, വേറെ എക്സ്ട്രാ ഇതൊക്കെ ഇല്ലേ? എക്സ്ട്രാ വരുന്നുണ്ട്, എക്സ്ട്രാ വെയിൽ വരുന്നുണ്ട്, അത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ റിൻ സ്കേർട്ട് വരുന്നുണ്ട്, പിന്നെ ഗ്ലൗവും ഇതിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ്. ഞങ്ങൾ അതിന്റെ ഒരു പ്രൈസ് ആണ് നമ്മളിപ്പം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെയൊക്കെ റെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5,000 ആണ്. അപ്പോൾ ഓരോ ഇതിന്റെ വർക്കിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഹെവി ആകുന്നത് അനുസരിച്ച് അതിന്റെ റേറ്റും കുറച്ച് വേരിയേഷൻ ഉണ്ടാവും അല്ലേ? അപ്പം ഇതാണ് ഇവിടുത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ട്രെയിൽ. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു 1.5 മീറ്റർ ട്രെയിലുള്ള ആ ട്രെയിൽ ഫുൾ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ചോദിച്ചിട്ട് വരുമല്ലേ? തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഇവിടുന്ന് ഏറ്റവും മൂവിങ് ആയ ഗൗണും. കാരണം ഒരു പ്രിൻസസിനെ പോലെ നമുക്ക് വെഡിങ്ങിന് വേറെ ചെയ്ത് അവര് ചർച്ചിൽ കൂടെ പോകുമ്പോഴൊക്കെ ഭയങ്കര ട്രെൻഡി ആയിരിക്കും. ഇത് നമ്മളിവിടെ ചെയ്യുന്നത് മുഴുവൻ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഗൗൺസ് ആണ്. അപ്പൊ വെസ്റ്റേൺ ഗൗൺസിലാണ് കൂടുതൽ ട്രെയിൽ വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു കളക്ഷൻ. നെക്സ്റ്റ് വൺ വരുന്നത് ഇപ്പോഴത്തെ ഈ 2024 ഏറ്റവും ട്രെൻഡ് ആണ് വരുന്നത്. പേൾ സാറ്റിൻ ഫിനിഷിലാണ് വരുന്നത്. ഈ സാറ്റിൻ ഫിനിഷില് അധികം വർക്കൊന്നും വേണ്ട, അതിന്റെ ഫിനിഷ് കണ്ടോ, നല്ല റിച്ച് ആയിട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് സ്ലീവിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊരു മെർമെയ്ഡ് മോഡൽ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിനും ഹെവി ട്രെയിൽ ഉണ്ട്, നല്ല ഭംഗിയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതിന്റെ നോക്കൂ, അതിന്റെ വർക്ക് ഉണ്ടല്ലോ, ഇത്രയും നാനോ വർക്ക് ഒന്നും ഒരു കസ്റ്റമൈസേഷനിൽ നമ്മൾ പറഞ്ഞാൽ മാത്രം ചെയ്യുന്ന വർക്കാണ്. ഇതാണ് നമുക്ക് ഇവിടെ റെന്റലിന് കിട്ടുന്നത്. അപ്പൊ അത് അത്ര എക്സ്ക്ലൂസീവ് ആയിട്ടാണ് ഞാനിത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ഫുൾ ഹാൻഡ് വർക്ക് ആണ് പോയിരിക്കുന്നത് സ്ലീവില്. അത്രയും പ്രിട്ടി ആയിട്ടുള്ള ഒരു ഗൗൺ ആണ് ഇവിടുത്തെ. ഇത് കുറച്ചുകൂടെ ഹെവി വർക്കാണ് തോന്നുന്നു. ഈ ഒരു ഗൗണും മോഡലാണ് പോണത്. കുറച്ച് വർക്കൊക്കെ ഹെവി വർക്ക് വേണ്ട ഒരു ഗൗണ് ഈ ഒരു പാറ്റേൺ. പിന്നെ ഹൈ നെക്ലേസ് ഒക്കെ ഇപ്പൊ ഇടാൻ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്കൊക്കെ ഇത് സൂട്ട് ആവും. ഇതും നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു ഗൗൺ ആണ്. ഇതിന് ചെറിയൊരു ട്രെയിലാണ് നമുക്ക് ഉള്ളൂ. അപ്പൊ ചില ആൾക്കാർക്ക് ട്രെയിൽ ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും, കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഈ ഒരു പീസ് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാം പ്രിന്റ് കിട്ടാൻ എന്തൊക്കെയാണ് നമ്മുടെ പ്രൊസീജിയേഴ്സ് വരിക? നമ്മുടെ പ്രൊസീജിയേഴ്സ് പറഞ്ഞാൽ ഡേറ്റ്
ബ്ലോക്ക് ചെയ്യണം. അതാണ് മെയിൻ കാര്യം. കാരണം ഞങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഡേറ്റ് വരെ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ബ്ലോക്ക് ചെയ്താലാണ് അവർക്ക് ഈ ഒരു ഇതൊക്കെ കിട്ടത്തുള്ളൂ. മെയിൻ കാര്യമാണ്. പിന്നെ നമ്മൾ 3 to 5 days ആണ് അവർക്ക് കൊടുക്കുന്നത് അവരെ കയ്യിൽ വെക്കാൻ. വെഡിങ് ഡേയുടെ 2 ദിവസം മുമ്പും 2 ദിവസം കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്തിട്ട് തിരിച്ചു തന്നാൽ മതി. ഇത് നമുക്ക് അടുത്ത കളക്ഷൻ കാണാം കേട്ടോ. ഇത് കുറച്ചുകൂടെ ഇത് ഹെവി തന്നെയാണ്. ഇതൊരു എ ലൈൻ ഗൗൺ ആണ്, വൈറ്റ് ആണ് വരുന്നത്. നല്ല ഫുൾ ഹാൻഡ് വർക്ക് ആണ്, എല്ലാം നല്ല വർക്കാണ്. ഫുൾ യോക്കില് വർക്ക് ചെയ്തിട്ട് താഴെ സ്കേർട്ടിലും കണ്ടോ ഹെവി വർക്ക് വരുന്ന ഒരു ഇതാണ്. ഇതിനും നല്ല ഹെവി ആയിട്ടുള്ള ട്രെയിലർ. അപ്പോൾ ഇതിന്റെ ബാക്കി ആ പ്രൊസീജിയർ എങ്ങനെ വരിക്കും? നമ്മൾ നേരത്തെ തന്നെ അഡ്വാൻസ് ചെയ്യണോ? അഡ്വാൻസ് ചെയ്യണമായിരിക്കുമോ? അതെ, അഡ്വാൻസ് ചെയ്യണം. ആ ഡേറ്റ് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങളൊരു ചെറിയൊരു അഡ്വാൻസ് പറയും. ഇതും കൂടെ ഒന്ന് എടുക്കോ. എല്ലാം ഹൈനെക്ക് മാത്രമല്ലല്ലോ അല്ലേ? അല്ലല്ല, ഇതും ഒരു ഹൈനെക്ക് പീസാണ്. ഇത് നെക്ലേസ് ഒക്കെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതും ഫുൾ ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. പിന്നെ ഇതിന് ട്രെയിലും ഇല്ല. ചില ആൾക്കാർക്ക് ടെയിലുള്ളത് താല്പര്യമില്ല, ഹെവി വേണ്ട ചേച്ചി എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്ക് സിമ്പിൾ പ്രിഫർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. അപ്പൊ അതിനനുസരിച്ചുള്ള റേറ്റും ഉണ്ടാവുള്ളൂ. പിന്നെ നോർമലി എല്ലാവരും ചോദിക്കുന്ന എല്ലാവരുടെ ഡൗട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതിപ്പോ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഡ്രൈ വാഷ് ചെയ്തിട്ടാണോ? പിന്നെ നമ്മുടെ ക്ലയന്റ് തിരിച്ച് റിട്ടേൺ ചെയ്യുമ്പോൾ എങ്ങനെ വാഷ് ചെയ്തിട്ട് കൊണ്ടുപോകും? അല്ല, നമ്മൾ വാഷ് ചെയ്തിട്ടാണ് പാക്ക് ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അവർ ഡ്രൈ വാഷ് ഒന്നും ചെയ്യണ്ട, നമ്മൾ തന്നെയാണ് ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് കൊണ്ടുപോവാ, തിരിച്ചു കൊണ്ടുവരാം. അത്രേ ഉള്ളൂ. ഓക്കെ. എനിക്കില്ല ഈ കിടക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു അട്രാക്ഷൻ തോന്നിയത് ഇങ്ങനെ ഇട്ടുകൊണ്ടായിരിക്കാം. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? ഇത് ഫ്രഞ്ച് ലൈസിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാനൊരു മൂവി ഇൻസ്പയർ ചെയ്ത് ചെയ്തിരിക്കുന്നത്, റെഡി ഓർ നോട്ട് എന്നുള്ള മൂവിയിൽ ഇങ്ങനെ ഒരു ഗൗൺ ചെയ്തിട്ടുണ്ടോ? ആ ഒരു ആക്ട്രസ് ഇട്ടിട്ടുണ്ട്. അത് നല്ല ഭംഗി തോന്നി. ഞാൻ അതിന്റെ ഒരു ഇന്ത്യൻ വേർഷൻ ആയിട്ട് ചെയ്തു. അത് കുറച്ച് ലോ ആയിട്ടാണ് നിൽക്കണേ. പക്ഷെ ഇത് നമ്മൾ തോന്നും സിമ്പിൾ ആണ്, പക്ഷെ ഭയങ്കര ട്രെൻഡ് ആവാൻ പോകുന്ന ഒരു കളക്ഷൻ ആണിത്. അപ്പോ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. വർക്കൊന്നും ഇല്ലാത്ത കാരണം നമ്മുടെ മലയാളീസിന് കുറച്ച് വർക്കൊക്കെയാണ് താല്പര്യം. പക്ഷെ ഇത് വേറെ ഇത് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റൈലായിട്ടുള്ള ഒരു ഗൗണാണ്. പിന്നെ ഇതിപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ ഓൾറെഡി വെച്ചേക്കുന്നതല്ലേ? അപ്പം എങ്ങനെയായിരിക്കും ഇപ്പം വന്ന് പർച്ചേസ് ചെയ്യുമ്പോഴായിരിക്കും ഓൾട്രേഷനൊക്കെ? ഇത് ഞങ്ങൾ എല്ലാവരുടെ സൈസിന് ഇതായിട്ടുള്ള ഒരു മെഷർമെന്റിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിന് കോർസെറ്റ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇല്ല ഇനി കുറച്ച് മെലിഞ്ഞ അളവ് വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ തന്നെ ആളുണ്ടല്ലോ, ഞങ്ങൾ അത് ഓൾട്ടർ ചെയ്ത് കൊടുക്കും. അവരെ മെഷർമെന്റ് എടുക്കും, ഞങ്ങൾ ഓൾട്ടർ ചെയ്ത് അവരെ പെർഫെക്റ്റ് ഫിറ്റിനാണ് ഞങ്ങൾ കൊടുക്കാറ്. പിന്നെ ഇതിനകത്ത് റിൻസ്കേർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും നമ്മളൊരു ബ്രൈഡ് നിൽക്കുമ്പോൾ. അപ്പൊ ആ ഒരു ലുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് എന്റെ കണ്ണിൽ. പിന്നെ ഈ കിടക്കുന്നതിൽ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇതൊക്കെയാ. ഇതും ഒരു മെർമെയ്ഡായിട്ട് സീക്വൻസ് വർക്ക് വരുന്ന എല്ലാവരും മെർമെയ്ഡ് ആ ഒരു ടൈപ്പാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പിള്ളേർക്ക് മെർമെയ്ഡ്. മെലിഞ്ഞ കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് നല്ല ലുക്ക് വേണം. അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പിലുള്ള. ഇതിൽ ഞങ്ങൾ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ചെയ്ത വർക്ക് അല്ല. ഇത് ഞാൻ മെറ്റീരിയൽ എടുത്ത് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നു. ഓഫ് ഷോൾഡർ പാറ്റേണിലാണ്. കുറച്ച് സ്റ്റൈലായി ഡ്രസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്കാണ്. ഇതിനും നല്ലൊരു ട്രെയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് സ്ലീവ്ലെസ് അല്ലേ? ഇത് സ്ലീവ്ലെസ് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ചെയ്യാമായിരിക്കും. ഈ ഒരു പാറ്റേണിൽ അത് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു ഇത് കൊടുത്തതുകൊണ്ട് പറ്റത്തില്ല നമുക്ക്. ഇത് ഓഫ് ഷോൾഡർ ഒക്കെ ചോദിച്ചു വരുന്നവർക്കുള്ള വേണ്ടിയിട്ടുള്ള പാറ്റേൺ ആണ്. ഓക്കെ. ഈ ഒരു ഗൗൺ കിടക്കുന്ന കണ്ടിട്ട് എനിക്കൊരു ഡൗട്ട്, ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം ഈ കിടക്കുന്ന ഫുള്ളും റെന്റിന്റെയാണ് കിടക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി എങ്ങനെയാണെന്ന്, അവർക്ക് ഇപ്പൊ വാങ്ങാനായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കസ്റ്റം ചെയ്ത് കൊടുക്കും? തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുക്കും. ഞങ്ങൾക്ക് ഇവിടെ വർക്കേഴ്സ് എല്ലാവരും തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു പാറ്റേണിൽ എന്ത് കാണിച്ചാലും ഞങ്ങൾ അതേപോലെ തന്നെ അതിന്റെ റെപ്ലിക്ക തന്നെ ഞങ്ങൾ ചെയ്തു കൊടുക്കും. മീൻസ് ഞാൻ റെന്റ് അല്ല ചോദിച്ചാൽ അവർക്ക് വാങ്ങി പോകാനായിട്ട്? അതെ, അവര് കസ്റ്റമൈഡ് ചെയ്ത് റെന്റ് അല്ല, അവരത്
വാങ്ങിക്കാനായിട്ട് സാധാരണ നോർമൽ ബ്രൈഡൽ ഷോപ്പിലൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സ്റ്റിച്ചിങ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ചിലത് പറയും ഇത് വേണ്ട ചേച്ചി സാറ്റിൻ വേണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അത് കൺവേർട്ട് ചെയ്ത് സാറ്റിനിലേക്ക് മാറ്റി കൊടുക്കും. കാരണം വ്യൂവേഴ്സിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. കാരണം ഈ കിടക്കുന്ന ഫുള്ളും റെന്റിന്റെ ആണ്. ആ ഒരു കാണുമ്പോൾ ഒരു ഭംഗി തോന്നുമ്പോൾ ചിലർക്കാണെങ്കിൽ ഒന്ന് വാങ്ങാൻ അതിന്റെ എന്താ ഡിഫറൻസ് എന്നറിയോ? നമ്മൾ ഒരു കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ പെർഫെക്റ്റ് സ്റ്റിച്ചിലായി ബോഡി സ്റ്റിച്ചിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ സിബ് ഒക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതിന്റെ കോർസെറ്റ് ആണ്, അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. റെന്റിനായതുകൊണ്ടാണ് കോർസെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കസ്റ്റമൈസേഷൻ വേണം, കോർസെറ്റ് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ സിബ് ഒക്കെ വെച്ചിട്ടായിരിക്കും. അപ്പൊ എങ്ങനെയായിരിക്കും സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ വരും ഇപ്പം വാങ്ങാനാണെന്നുണ്ടെങ്കിൽ? ഞങ്ങൾ 25,000 തൊട്ട് മുകളിലായിട്ടാണ്. അത് ഡിസൈൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓരോ വർക്കിനെ ഡിപെൻഡ് സ്റ്റാർട്ടിംഗ് വരുന്നത് 25 എബോ ആണ്. ഇത് നമ്മുടെ ഒരു മൂവിംഗ് പീസാ. വർക്ക് ഒന്നും അധികം വേണ്ട, സിമ്പിൾ ആയിട്ട് മതി വേണമെന്ന് പറയുന്ന കുട്ടികൾക്കുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പീസാണ്. ഇത് ബോൾ ഗൗൺ. അതെ അതെ, ഇത് ബോൾ ഗൗൺ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് റിങ്സ് കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട്. അതെ അതെ അതെ. ഇത് സ്ലീവ് ഇല്ലാത്തത്. ഇതും സ്ലീവ് ഇല്ലാത്തതാണ്. ഓക്കെ, ഇതൊരു വേറെ ടൈപ്പ് ഇതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്കിൻ നെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ മൂവിങ് ട്രെൻഡ് തന്നെയാണ് സ്കിൻ നെറ്റ് പോയിരിക്കുന്നത്. അപ്പൊ നല്ല വോക്കൊക്കെ വരുമ്പോൾ നന്നായി ഹൈലൈറ്റ്, കയ്യിൽ നന്നായി ഹൈലൈറ്റ് ചെയ്തിരിക്കും. അത് ഈ ട്രെയിലുള്ള ടൈപ്പ് തന്നെയാണ്. ഹെവിയാണ്. എനിക്ക് ഏറ്റവും മൂവിങ് ഇതാണ്. ഹെവി ആയിട്ടാണ് ഇവിടെ വരുമ്പോ കുട്ടികൾ എടുത്തിട്ട് പോകുന്നത്. കാരണം എല്ലാം ഈ മറ്റേ യൂറോപ്യൻ കൺട്രീസിലും ഇപ്പൊ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയില് എല്ലാവർക്കും അവെയർ ആണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും മൂവിങ് ഉള്ളത് ടൈലുള്ള പീസസ് ഒക്കെ തന്നെ. ഈ വൈറ്റ് ഗൗൺ മാത്രമാണോ അതോ അതും കളർഡ് ആയിട്ടുള്ള ഇതും റെന്റിനുള്ളതാണോ? അതെ അതെ, ഒരുപാട് റിക്വയർമെന്റ്സ് വരുന്നുണ്ട്. ഈ കുട്ടികൾക്ക് തന്നെ എൻഗേജ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ അവരുടെ ലെഹങ്കാസ് ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞങ്ങളുടെ കളക്ഷൻസ് ഇപ്പൊ യൂണിറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത്രയും കളക്ഷൻസ് ഉള്ളൂ. അത് ഹെവി ആയിട്ടുള്ള അല്ല, ഞാൻ എന്റെ ഡിസൈനിൽ എന്റെ കളർ ഓപ്ഷൻസിലൊക്കെ ഞാൻ ചെയ്തു വെക്കാൻ ഇപ്പൊ യൂണിറ്റിൽ ചെയ്തുകൊണ്ടിരിക്കും. പുള്ളിയുടേതായിട്ടുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് എല്ലാം വേണം അല്ലേ? അല്ല, വെറൈറ്റി ആയിട്ട് ഇരിക്കണല്ലോ. അതുകൊണ്ടാണ്. അല്ല, എല്ലാവർക്കും ഇത് അഫോർഡബിൾ ആവണമെന്നില്ല കസ്റ്റമൈസേഷൻ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഇപ്പൊ 2 hours വേണ്ടി ഒരു ഇത്രയും സ്പെൻഡ് ചെയ്യണമല്ലോ എന്ന് വിചാരിക്കുന്ന കുറെ കുട്ടികളുണ്ട്. അപ്പൊ അവര് ഇപ്പൊ റെന്റിന് വേണ്ടി. അപ്പൊ ഈ കളർഡ് ആയിട്ടുള്ളതും റെന്റ് തന്നെയാണ്. അതെ അതെ. പിന്നെ ഈ ഇതൊക്കെ എന്താ സംഭവം? ഇത് എല്ലാവരും ഫാമിലി ആയിട്ടാണല്ലോ വരുന്നത്. അപ്പൊ അവർക്കും ബ്രൈഡിനാണെങ്കിലും മദേഴ്സിനാണെങ്കിലും സിസ്റ്റേഴ്സിനാണ്. ഇത് കുറച്ച് ഹാൻഡ് പിക്ഡ് സാരീസും ചുരിദാർ മെറ്റീരിയൽസ് ആണ്. അതും ഇവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പം റെന്റിന് എടുക്കാൻ പറ്റുന്നത് നോർമലി ആണെന്നുണ്ടെങ്കിലും അതെ അതെ അവര് അതെ വാങ്ങിക്കും. അവർക്കും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണല്ലോ. അപ്പൊ ഇവിടെ ഹാൻഡ് പിക്ഡ് ആണ്. എല്ലാം കണ്ട അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പൊ അവർ അതൊന്നും പിക്ക് ചെയ്യും. ഓക്കെ, പിന്നെ എന്റെ വ്യൂവേഴ്സ് അടുത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് എനിക്ക് ഇവ തന്നെ സജസ്റ്റ് ചെയ്താണ് കേട്ടോ. ഇങ്ങനെയെല്ലാം പെട്ടെന്നെല്ലാം റെഡിയാക്കിയതാണ് പുള്ളി. പിന്നെ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇരിക്കുന്നത് അല്ലേ? അതെ അതെ, ചുരിദാറും സാരീസും ആണ് ഇതിനകത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതിങ്ങനെ കസ്റ്റം ചെയ്ത് അങ്ങനെ? അതെ അതെ, നമ്മളിവിടെ കസ്റ്റമൈസ് ഇങ്ങനത്തെ പാറ്റേൺസ് ചെയ്യുന്നുണ്ട്. ബ്രൈഡ്മെയ്ഡ്സിനായാലും നമ്മൾ ചെയ്യും, ആർക്ക് വേണമെങ്കിലും ചെയ്യും. ഇവിടെ വർക്കേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഹാൻഡ് വർക്കും എല്ലാം ചെയ്യും. ഓക്കെ, ഹെവി ആയിട്ടുള്ളതാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള എല്ലാം ചെയ്യും. ഓക്കെ, സാരീസും വരുന്നുണ്ട് നമുക്ക്. വൈറ്റ് സാരീസ് വരുന്നേ ഉള്ളൂ, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ഇല്ലല്ലോ. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. റെന്റിന്റെ ഷോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ ഇൻസ്റ്റ ത്രൂ എങ്ങനെയായിരിക്കും? ഇൻസ്റ്റ ഹാൻഡ്ലിംഗ് ഒക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇൻസ്റ്റ പേജ് ഉണ്ട്. ഫിഗ ബൈ ഈവ തന്നെയാണ് ഇൻസ്റ്റ പേജും. അതിലൂടെ നമുക്ക് ഇപ്പോൾ അബ്രോഡിൽ നിന്ന് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഇപ്പോൾ വെഡ്ഡിങ് സീസൺ ആണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറയുന്നത് ഓൺലൈനിൽ കൂടെ ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഞാൻ ഓൺലൈനിൽ കൂടെ അവരുടെ മാത്രം ഓൺലൈൻ ത്രൂ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അവരവർ ചോദിക്കുന്നത് അവർ വെഡ്ഡിങ്ങിന്റെ തലേദിവസമായിരിക്കും വരുന്നത്. അപ്പൊ എങ്ങനെയാണെന്നുള്ളതാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ അവർക്ക് ഇത് കൊറിയർ ചെയ്ത് കൊടുക്കും. അവർ മെഷർമെന്റ് ഒക്കെ ഓൺലൈൻ ത്രൂ എടുത്തിട്ട് അവർക്ക് ഇത് കൊറിയർ ചെയ്യും. ഒരു ടെൻഷനും വേണ്ട. ഞാൻ അവര് ഡേറ്റ് ബുക്ക് ചെയ്തിരുന്ന അതവിടെ എത്തിയിരിക്കും. ഓക്കെ, ഇപ്പൊ മാരേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്നാലാണ് അവർക്ക് ഇഷ്ടമുള്ള പീസസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ആയി പോയിട്ടുണ്ടാവും ഡേറ്റ്. ഒരു അറിയാം, ഞാൻ പറഞ്ഞല്ലോ 3 to 5
5 days ആണ്. അപ്പൊ അതിന്റെ വാഷിംഗ് ഒക്കെ ആയിട്ട് വരുമ്പോൾ അത്രയും ഡേയ്സ് നമുക്ക് മാറിപ്പോകും. അതുകൊണ്ട് വേറൊരാൾക്ക് അത്രയും ഡേറ്റ് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ മാത്രമല്ലല്ലോ, കാരണം ഇത് പോയിട്ട് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കുറച്ച് പ്രോസസ്സ് ബാക്കിലുള്ള കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻസ്റ്റയുടെ ഡീറ്റെയിൽ എല്ലാം ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽ നമ്പേഴ്സ് എല്ലാം ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഇൻസ്റ്റ ത്രൂ എല്ലാം ചെയ്യും. പിന്നെ എബ്രോഡ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ ആയിട്ടും ചെയ്യും. ഓൺലൈൻ മെഷർമെന്റ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. കറക്റ്റ് നമ്മുടെ ലൊക്കേഷൻ കൊച്ചിയിൽ കടവന്ത്രയിൽ ജവഹർ നഗറിലാണ് വരിക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ദെൻ ബൈ.